അപ്പോൾ ഇതുവരെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൻറ്റിനാസ് ഡിസ്കസ് ചെയ്തായിരുന്നു. അതുപോലെ ആൻറ്റിന പാരാമീറ്റേഴ്സ്, മെഷർമെൻറ്റ് ഓഫ് ആൻറ്റിന, ദെൻ array of antennas എല്ലാം ഡിസ്കസ് ചെയ്തായിരുന്നു. ദെൻ നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് റേഡിയോ വേവ് പ്രൊപ്പഗേഷൻ. ഓക്കെ, ഇൻട്രൊഡക്ഷൻ അബൌട്ട് റേഡിയോ വേവ് പ്രൊപ്പഗേഷൻ. The term radio wave arbitrarily applied to electromagnetic waves in the frequency range. Frequency range എത്ര വരുന്നത് 0.001 Hz to 10 raised to 16 Hz and a wavelength ranging from 3 into 10 raised to -8 meter to 3 into 10 raised to 11 meter. ഇപ്പോൾ റേഡിയോ വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 0.001 Hz to 10 raised to 6 Hz ആണ്. അതല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് വേവ് ലെങ്ത് ഇറ്റ് ഈസ് 3 into 10 raised to -8 meter to 3 into 10 raised to 11 meter. And the radio waves comprises of, എല്ലാവർക്കും അറിയാം, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് വേവ്സ് ആസ് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ ഈ ഫിഗറിനകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 components, electric component and magnetic field component. Okay, and the direction of propagation will be perpendicular to both these field or perpendicular to both these components. That means if the direction of electric field is along x direction and the direction of magnetic field is along y direction, then direction of propagation will be along z direction. Okay, and the two fields are right angles to each other and the direction of propagation is at right angles to both the field. Radio wave propagation. Radio wave propagate outward from an antenna at the speed of light. The exact nature of these waves is determined by the transmission medium. Okay, that is in free space they travel in straight line, whereas in the atmosphere they generally travel in curved path. Free space ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും. അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും. therefore they travel in curved path. In an unguided medium, radio waves propagate in TEM mode, while in confined or guided medium, radio waves do not propagate in TEM mode but in TM or TE mode. Okay, unguided medium ആണെങ്കിൽ TEM mode, transverse electromagnetic mode. Guided medium ആണെങ്കിൽ TE mode, that means transverse electric mode, or TM mode, that is transverse magnetic mode. ഈ മോഡിലായിരിക്കും പ്രൊപ്പഗേഷൻ ചെയ്യുന്നത്. റേഡിയോ വേവ്സ് ക്യാൻ ബി റിഫ്ലക്റ്റഡ് ആൻഡ് റിഫ്രാക്റ്റഡ് ഇൻ എ മാനർ സിമിലർ ടു ലൈറ്റ്. ദേ ആർ എഫക്റ്റഡ് ബൈ ഗ്രൗണ്ട് ടെറൈൻ, അറ്റ്മോസ്ഫിയർ ആൻഡ് അതർ ഒബ്ജക്റ്റ്. Now electromagnetic wave radiated by a transmitting antenna in a transverse wave. Okay, wave propagation can be classified into 3 അല്ല 4 ആണ് കാറ്റഗറീസ് വരുന്നത്. Can be classified into 4, that is ground wave or surface wave, space wave or tropospheric wave, sky wave or ionospheric wave and tropospheric scatter propagation. അതിനകത്ത് മേജർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ 3 എണ്ണമാണ്. ദെൻ അഡീഷണൽ ആയിട്ട് ഒരെണ്ണം കൂടി പറയുന്നത് ട്രോപ്പോസ്ഫിയറിക് സ്കാറ്റർ പ്രൊപ്പഗേഷൻ ആണ്. നിങ്ങളുടെ സിലബസിൽ അതും കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് 4 കാറ്റഗറി ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 എണ്ണം എന്ന് പറയുന്നത് ഗ്രൗണ്ട് വേവ്, സ്പേസ് വേവ്, സ്കൈ വേവ്. ഇത് 3ആണ് നമ്മൾ മോഡ്സ് ഓഫ് പ്രൊപ്പഗേഷൻ പറയാറുള്ളത്. പക്ഷേ നിങ്ങളുടെ സിലബസിൽ ട്രോപ്പോസ്ഫിയറിക് സ്കാറ്റർ പ്രൊപ്പഗേഷനും കൂടി പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ മോഡ്സ് ഓഫ് പ്രൊപ്പഗേഷനിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് പ്രൊപ്പഗേഷൻ്റെ കമ്പാരിസനാണ് ഒരു ടേബിളർ കോളായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ മോഡ് ഓഫ് പ്രൊപ്പഗേഷൻ, ഫ്രീക്വൻസി ആൻഡ് ആപ്ലിക്കേഷൻ. മോഡ് ഓഫ് പ്രൊപ്പഗേഷനിൽ ഗ്രൗണ്ട് വേവ്സ് ആണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് നമ്മൾ ഡിഫറെൻറ്റ് ബാൻഡ്സ് പഠിച്ചിട്ടുള്ളതാണ്. VLF, LF ആൻഡ് MF ആണ്. അപ്ലിക്കേഷൻസ് സബ്മറൈൻ കമ്മ്യൂണിക്കേഷൻ, AM, FM ആൻഡ് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. അടുത്ത് വരുന്നത് സ്പേസ് വേവ് ഓർ ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷൻ ആണ് വരുന്നത്. അതിനകത്ത് വരുന്നത് VHF ആൻഡ് UHF, that is greater than 30 megahertz. VHF and UHF. UHFിൽ തന്നെ greater than 30 megahertz ആണ് ഇതിൽ വരുന്നത്. greater than 30 megahertz. then അതിൻ്റെ അപ്ലിക്കേഷൻസ് വരുന്നത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ദെൻ സ്കൈ വേവ് പ്രൊപ്പഗേഷൻ വരുന്നത് 2 to
2 MHz to 30 MHz റേഞ്ച് ഓഫ് പ്രൊപ്പഗേഷൻ റേഞ്ച് ഓഫ് ഫ്രീക്വൻസിയിലാണ് സ്കൈ വേവ് പ്രൊപ്പഗേഷൻ ഒക്കെ ചെയ്യുന്നത്. അതിൻ്റെ അപ്ലിക്കേഷൻസ് മൈക്രോവേവ് ലിങ്ക്, റഡാർ കമ്മ്യൂണിക്കേഷൻ. ഇതിലെ ഈ സ്പേസ് വേവ് ഓർ ലൈൻ ഓഫ് സൈറ്റ് അതിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനും LOS കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഓരോ മോഡ്സും ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഫിഗറാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് പ്രൊപ്പഗേഷൻ, ടൈപ്സ് ഓഫ് വേവ്സ് വരുന്ന ഫിഗറാണ് വരുന്നത്. അപ്പോൾ ഒരു ട്രാൻസ്മിറ്റർ, റിസീവർ ഉണ്ട്, എർത്തിൻ്റെ സർഫസ് കാണിച്ചിട്ടുണ്ട്. ദെൻ സ്കൈ വേവ് എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ പോയി ഇങ്ങനെ വരുന്ന വേവ്സാണ് സ്കൈ വേവ് വരുന്നത്. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. സ്പേസ് വേവ് എന്ന് പറയുന്നത് ഇതാ ഇവിടെ ഒരു ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. ഇതാണ് സ്പേസ് വേവ്. ഗ്രൗണ്ട് വേവ് എന്ന് പറയുന്നത് ഗ്രൗണ്ടിൻ്റെ കുറച്ച് ഗ്രൗണ്ടിനോട് ചേർന്നായിട്ട് വരുന്ന ടൈപ്പ് പ്രൊപ്പഗേഷനാണ് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ വരുന്നത്. ദെൻ ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് അറ്റ്മോസ്ഫിയറിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സാണ്. അതും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, അയനോസ്ഫിയർ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ഫിഗർ നിങ്ങൾ ഇതിൻ്റെ കൂടെ മോഡ്സ് ഓഫ് പ്രൊപ്പഗേഷൻ്റെ കൂടെ എന്ത് ചെയ്യണം, വരച്ചു വെക്കണം. ഓക്കെ, അടുത്തത് അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സാണ്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ ആൻഡ് തെർമോസ്ഫിയർ. അത് എല്ലാവർക്കും നമ്മൾ ഇപ്പോൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച് കേട്ട കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. ട്രോപ്പോസ്ഫിയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ റേഞ്ചാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. 0 to 12 കിലോമീറ്റർ വരെയാണ് ട്രോപ്പോസ്ഫിയർ വരുന്നത്. കണ്ടെയ്ൻസ് 75% ഓഫ് ദ ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ദിസ് ഈസ് വെർ യു ലീവ് ആൻഡ് where weather occurs. As height increases, temperature decreases. ഓക്കെ, ഈ 3 പോയിൻറ്റ്സ് എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ട്രോപ്പോപാസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ലൊക്കേറ്റഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ട്രോപ്പോസ്ഫിയർ. ദ ടെമ്പറേച്ചർ റിമെയിൻസ് ഫെയർലി കോൺസ്റ്റൻറ്റ് ഹിയർ. ദിസ് ലെയർ സെപ്പറേറ്റ്സ് ദ ട്രോപ്പോസ്ഫിയർ ഫ്രം ദ സ്ട്രാറ്റോസ്ഫിയർ. വി ഫൈൻഡ് ദ ജെറ്റ് സ്ട്രീം ഹിയർ. ദീസ് ആർ വെരി സ്ട്രോങ് വിൻഡ്സ് ദാറ്റ് ബ്ലോ ഈസ്റ്റ്വേർഡ്. ദെൻ സ്ട്രാറ്റോസ്ഫിയർ വരുന്നത് 12 to 50 കിലോമീറ്റർ ആണ്. റേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇൻ ദ ലോവർ പാർട്ട് ഓഫ് ദ സ്ട്രാറ്റോസ്ഫിയർ ടെമ്പറേച്ചർ റിമെയിൻസ് ഫെയർലി കോൺസ്റ്റൻറ്റ്. ദിസ് ലെയർ കണ്ടെയ്ൻസ് ദ ഓസോൺ ലെയർ. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ പ്രത്യേകതയാണ് ഇറ്റ് കണ്ടെയ്ൻസ് ദ ഓസോൺ ലെയർ. ആൻഡ് ഓസോണിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഇറ്റ് ആക്ട്സ് ആസ് എ ഷീൽഡ് ഫോർ ഇൻ ദ എർത്ത് സർഫേസ്. ഇറ്റ് അബ്സോർബ്സ് UV റേഡിയേഷൻ ഫ്രം ദ സൺ. ദെൻ മിസോസ്ഫിയർ വരുന്നത് 50 to 80 കിലോമീറ്റർ ആണ്. ദിസ് ലെയർ ടെമ്പറേച്ചർ അഗെയിൻ സ്റ്റാർട്ട്സ് ഡിക്രീസിങ് വിത്ത് ഇൻക്രീസിങ് ഹൈറ്റ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താ, ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. ആൻഡ് അറ്റ് ദ അപ്പർ ബൗണ്ടറി ഓഫ് ദിസ് ലെയർ ഇറ്റ് ടച്ചസ് ഡൗൺ ടു -80 degrees Celsius പോയിൻറ്റ്. എയർ പ്രഷർ ഈസ് വെരി ലോ ഇൻ ദിസ് ലെയർ. അറ്റ് ദ ഹൈറ്റ് ഓഫ് 50 kilometers it is 1 MB. This layer protects the earth from meteoroids. They burn up in this area. അതാണ് മിസോസ്ഫിയറിൻ്റെ പ്രത്യേകത. ദെൻ തെർമോസ്ഫിയർ ഈസ് 80 kilometer and up. The air is very thin. Thermosphere means heat sphere. The temperature is very high in this layer because UV radiation is turned into heat. Temperature often reach 2000 degrees Celsius or more. ഇനി തെർമോസ്ഫിയറിൽ 2 ലെയേഴ്സാണ് വരുന്നത്. ഏതൊക്കെ, അയണോസ്ഫിയറും എക്സോസ്ഫിയറും വരുന്നത്. ഓക്കെ, തെർമോസ്ഫിയറിലെ 2 ലെയേഴ്സാണ് അയണോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. അയണോസ്ഫിയർ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സ് നമുക്ക് ഫർദർ ഡിസ്കസ് ചെയ്യാനുണ്ട്. ദിസ് ഈസ് ദ ലോവർ പാർട്ട് ഓഫ് ദ തെർമോസ്ഫിയർ. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം 80 to 550 kilometer. And the gas particles absorb UV and X-ray radiation from the sun. The particles of gas become electrically charged. That means ions. ഇതിനെ പറയുന്നത് നമ്മൾ അയണോസ്ഫിയറിക് പ്രൊപ്പഗേഷൻ ഒക്കെ ചെയ്യുന്നത് ഈ അയണോസ്ഫിയറിക് റീജിയനിലാണ്. ദ റെഡ് വേവ്സ് ആർ ബൗൺസ്ഡ് ഓഫ് ദ അയോൺസ് ആൻഡ് റിഫ്ലക്ട് waves back to the earth. This generally helps radio communication. However, solar flares can increase the number of ions and can interfere with the transmission of some radio waves. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള പോയിൻറ്റ്സ് ആണ്, അയണോസ്ഫിയറിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളെല്ലാം.
Then exosphere means the upper part of the thermosphere. It extends from about 550 km for thousands of kilometers. Air is very thin here. This is the area where satellites orbit the earth. Okay. ഇത്രയാണ് അറ്റ്മോസ്ഫിയറിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സ് വരുന്നത്. Next we have to discuss about ground wave propagation or surface wave propagation. Here a portion of the wave which travels along or near the surface of the earth. This wave is called ground wave or surface wave, and this propagation is practically important at frequencies up to 2 MHz. This mode of propagation exists when transmitting and receiving antennas are close to earth and are vertically polarized. ഇപ്പോൾ 2 MHz വരെയുള്ള ഫ്രീക്വൻസീസിലാണ് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രൊപ്പഗേഷൻ്റെ കേസിൽ ട്രാൻസ്മിറ്റിംഗ് ആൻഡ് റിസീവിങ് ആൻറ്റിനാസ് എന്തായിരിക്കണം, എർത്തിനോട് വളരെ ക്ലോസ് ആയിട്ടായിരിക്കണം പ്ലേസ് ചെയ്യുന്നത്. അതായത് ഹൈറ്റ് വളരെ കുറച്ചായിരിക്കും. അതുപോലെ തന്നെ വെർട്ടിക്കലി പോളറൈസ്ഡ് ടൈപ്പ് ഓഫ് ആൻറ്റിനാസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സർഫസ് വേവ് ഈസ് എൻ എർത്ത് ഗൈഡഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വിച്ച് ട്രാവൽസ് ഓവർ ദ സർഫസ് ഓഫ് ദ എർത്ത്. സർഫസ് വേവ് എന്ന് പറയുന്നത് എർത്ത് ഗൈഡഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. ഓക്കെ. സർഫസ് വേവ് ക്യാൻ ഫോളോ ദ കോണ്ടൂസ് ഓഫ് ദ എർത്ത് ബിക്കോസ് ഓഫ് ദ പ്രോസസ് ഓഫ് ഡിഫ്രാക്ഷൻ. അപ്പോൾ അത് എർത്തിൻ്റെ സർഫസിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് എർത്തിൻ്റെ കോണ്ടൂറിനെ അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഡ്യൂ ടു ദ പ്രോസസ് ഓഫ് ഡിഫ്രാക്ഷൻ. ഡിഫ്രാക്ഷൻ അറിയാലോ, നമ്മൾ ലൈറ്റിൻ്റെ കേസിലൊക്കെ ഡിഫ്രാക്ഷൻ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ വെൻ ദ സർഫസ് വേവ് മീറ്റ്സ് ആൻ ഒബ്ജക്റ്റ് ആൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഡു നോട്ട് എക്സീഡ് ഇറ്റ്സ് വേവ് ലെങ്ത്, ദെൻ ദ വേവ് ടെൻസ് ടു കർവ് ഓർ ബെൻഡ് അറൗണ്ട് ദ ഒബ്ജക്റ്റ്. ഇത് തന്നെയാണ് ബെൻഡിങ് ഓഫ് ലൈറ്റ്. അതിനെയാണ് പിന്നെ നമ്മളെന്ത് പറയുന്നത്, ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ അതുതന്നെയാണ് സംഭവിക്കുന്നത്. അതിൻ്റെ വേവ് ലെങ്ത് ഒബ്ജക്റ്റിൻ്റെ സൈസിനേക്കാളും കുറവാണെങ്കിൽ എന്ത് ചെയ്യും, ദ വേവ് ടെൻസ് ടു കർവ് ഓർ ബെൻഡ് അറൗണ്ട് ദ ഒബ്ജക്റ്റ്. ഇനി ഈ ഒബ്ജക്റ്റിൻ്റെ സൈസ് വളരെ കുറവാണെങ്കിൽ ഡിഫ്രാക്ഷനും കൂടുതലായിരിക്കും. ഓക്കെ, അതാണ് അടുത്ത പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. സ്മോളർ ദ ഒബ്ജക്റ്റ് ദ മോർ പ്രൊനൗൺസ്ഡ് ദ ഡിഫ്രാക്ഷൻ ആക്ഷൻ വിൽ ബി. ഇനി എങ്ങനെയാണ് ഈ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ ഒക്കർ ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത പോയിന്റ്സിൽ പറയുന്നത്. ആസ് എ സർഫസ് വേവ് മൂവ് ഓവർ എർത്ത് സർഫസ്, ഇറ്റ് ഈസ് അക്കമ്പനീഡ് ബൈ ചാർജ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ എർത്ത്. ദ ചാർജസ് മൂവ് വിത്ത് ദ വേവ് പ്രൊഡ്യൂസിങ് എ കറൻറ്റ്. അപ്പോൾ സർഫസ് വേവ് എർത്തിൻ്റെ സർഫസിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ചാർജ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൂവിങ് ചാർജസ് കോസസ് കറൻറ്റ്, അല്ലെങ്കിൽ മൂവിങ് ചാർജസ് പ്രൊഡ്യൂസസ് കറൻറ്റ്. ഓക്കെ, വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ മൂവിങ് ചാർജസ് ഉണ്ട്, ദെർഫോർ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ കറൻറ്റ്. ആൻഡ് ദ എർത്ത് ഓഫേഴ്സ് റെസിസ്റ്റൻസ് ടു the flow of current. Energy is dissipated in a manner very similar to those in transmission line. അപ്പോൾ എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫ്ലോ ഓഫ് കറൻറ്റിന് ഒരു റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. therefore there will be an energy dissipation which is similar to those in transmission line. And to reduce the attenuation, amount of induced voltage must be reduced, and this is done by using vertically polarized wave that minimize the extent to which the electric field of the wave is in contact with the earth. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ ഒക്കർ ചെയ്യാനുള്ള 2 കണ്ടീഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഒന്ന്, ആൻറ്റിനാസ് വെരി ക്ലോസ് ടു എർത്ത് സർഫസ് ആയിരിക്കണം. രണ്ടാമത്തത് വെർട്ടിക്കലി പോളറൈസ്ഡ് ആൻറ്റിനാസ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് വെർട്ടിക്കലി പോളറൈസ്ഡ് ആൻറ്റിനാസ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ പോയിന്റ്സിൽ പറയുന്നത്. അതായത് എർത്ത് ഒരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നുണ്ട്, ദാറ്റ് മീൻസ് ഇറ്റ് പ്രൊവൈഡ്സ് ആൻ അറ്റിനുവേഷൻ ആണല്ലോ. അപ്പോൾ ആ അറ്റിനുവേഷൻ റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യണം. ഇതെങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നത്, നമ്മൾ വെർട്ടിക്കലി പോളറൈസ്ഡ് ആൻറ്റിനാസ് യൂസ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, വെർട്ടിക്കലി പോളറൈസ്ഡ് ആൻറ്റിനാസ് പ്രൊഡ്യൂസ് വെർട്ടിക്കലി പോളറൈസ്ഡ് വേവ്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ അതിൻ്റെ പ്രത്യേകത, ദാറ്റ് മിനിമൈസ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ദ വേവ് ഈസ് ഇൻ കോൺടാക്ട് വിത്ത് ദ എർത്ത്. അതെങ്ങനെയാണെന്നുള്ളത് ഫിഗറിൽ കാണിച്ചു തരാം. ഇതാണ് വെർട്ടിക്കലി പോളറൈസ്ഡ് വേവ് വരുന്നത്. അപ്പോൾ വെർട്ടിക്കലി പോളറൈസ്ഡ് എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ അലൈൻമെൻറ്റ് വരുന്നത് അല്ലേ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ അലൈൻമെൻറ്റ്
along vertical direction ആയിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് പോളറൈസേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളറൈസേഷൻ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എന്താണ്, എർത്തുമായിട്ടുള്ള സർഫസ് മീൻസ് എർത്തുമായിട്ടുള്ള കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ഹൊറിസോണ്ടൽ പോളറൈസേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഹൊറിസോണ്ടൽ ടു എർത്ത് സർഫസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഹൊറിസോണ്ടലി അലൈൻഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതായത് ഹൊറിസോണ്ടൽ അലൈൻഡ് എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനിലായിരിക്കും വരിക. ഓക്കെ, അങ്ങനെയാവുന്ന സമയത്ത് എന്താ, എർത്ത് സർഫസുമായിട്ടുള്ള കോണ്ടാക്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ മോർ അറ്റന്വേഷൻ ഉണ്ടാവും. വെർട്ടിക്കൽ പോളറൈസേഷൻ ആണെങ്കിൽ അറ്റന്വേഷൻ്റെ റേറ്റ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെർട്ടിക്കലി പോളറൈസ്ഡ് ആൻറ്റിനാസ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അടുത്ത 2 പോയിന്റ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വെൻ എ സർഫസ് വേവ് ഈസ് ഹൊറിസോണ്ടലി പോളറൈസ്ഡ് ദ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ദ വേവ് ഈസ് പാരലൽ ടു ദ സർഫസ് ഓഫ് ദ എർത്ത് ആൻഡ് ദെർഫോർ ഈസ് കോൺസ്റ്റൻ്റ്ലി ഇൻ കോണ്ടാക്ട് വിത്ത് ഇറ്റ്. ദ വേവ് ഈസ് ദെൻ കംപ്ലീറ്റ്ലി അറ്റന്യൂറ്റഡ് വിതിൻ എ ഷോർട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ ട്രാൻസ്മിറ്റിംഗ് സൈറ്റ്. When the surface wave is vertically polarized, the electric field is vertical to the earth and merely dip into and out of the earth's surface. For this reason, vertical polarization is vastly superior to horizontal polarization. ഞാൻ നേരത്തെ എക്സ്പ്ലനേഷൻ പറഞ്ഞു, ആ 2 പോയിന്റ്സ് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇനി ആപ്ലിക്കേഷൻ ഓഫ് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ വരുന്നത്, ഇറ്റ് ഈസ് ജനറലി യൂസ്ഡ് ഇൻ TV, റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ്. Ground wave is useful at low frequency broadcast application and signals are limited to only few kilometers. അതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് വരുന്നത്. ഈ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. ഗ്രൗണ്ട് വേവ് സിഗ്നൽസ് ആർ ലിമിറ്റഡ് ടു ഓൺലി എ ഫ്യൂ കിലോമീറ്റേഴ്സ്. ഓക്കെ, next type of propagation or next mode of propagation is skywave propagation. The sky waves are reflected from ionized layer of atmosphere back down to earth's surface and is useful for very long range distance communication. They can travel a number of layers back and forth between ionosphere and earth's surface. The sky wave often called ionospheric wave. അപ്പോൾ ഇതിൻ്റെ വേറൊരു പേരാണ് ionospheric wave. ഇവിടെ അപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ് സ്കൈ വേവ് പ്രൊപ്പഗേഷൻ ഒക്കർ ചെയ്യുന്നത്. ഒരു ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ടുവേർഡ്സ് ദ സ്കൈ. അത് അയണോസ്ഫിയർ എന്ന് പറഞ്ഞ ലെയർ ഉണ്ട്. നമ്മൾ അറ്റ്മോസ്ഫിയറിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അയണോസ്ഫിയർ എന്ന് പറഞ്ഞ ലെയറിൽ തട്ടുന്നു, അതിനകത്ത് അവിടെ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്നു, റിഫ്ലക്റ്റ് ബാക്ക് ടു എർത്ത് സർഫസ്. അപ്പോൾ അങ്ങനെ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് റിഫ്ലക്ഷൻ ബിറ്റ്വീൻ ഏതൊക്കെ എർത്ത് സർഫസ് ആൻഡ് അയണോസ്ഫിയർ. അങ്ങനെയാണ് ഈ സ്കൈ വേവ് പ്രൊപ്പഗേഷൻ ഒക്കർ ചെയ്യുന്നത്. ദെർഫോർ ലോങ് ഡിസ്റ്റൻസ് പ്രൊപ്പഗേഷൻ ഈസ് പോസിബിൾ ഇൻ ദ കേസ് ഓഫ് സ്കൈ വേവ് പ്രൊപ്പഗേഷൻ. നിങ്ങൾ ഈ ഫിഗർ പ്ലോട്ട് ചെയ്യുക കേട്ടോ. ഇവിടെ ഒരു ട്രാൻസ്മിറ്റർ, റിസീവർ ഉണ്ട്. ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ അയണോസ്ഫിയറിൻ്റെ ഏതെങ്കിലും ഒരു ലെയറിൽ തട്ടുന്നു, അത് റിഫ്ലക്റ്റ് ബാക്ക് ടു ദ എർത്ത് സർഫസ് ആൻഡ് ഇറ്റ് ഈസ് കളക്റ്റഡ് ബൈ ദ റിസീവർ. ഈ DE-F1 F2 എന്ന് കാണിക്കുന്നത് അയണോസ്ഫിയറിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സാണ്. അത് നമ്മൾ ഫർദർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽഡായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇനി എന്താണ് സ്കൈ വേവ് എന്ന് പറയുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ദാറ്റ് ആർ ഡയറക്റ്റഡ് എബവ് ദ ഹൊറൈസൺ ലെവൽ ആർ കോൾഡ് സ്കൈ വേവ്സ്. ആൻഡ് സ്കൈ വേവ് പ്രൊപ്പഗേഷൻ ഈസ് പ്രാക്ടിക്കലി ഇമ്പോർട്ടൻറ്റ് അറ്റ് ഫ്രീക്വൻസീസ് ബിറ്റ്വീൻ 2 to 30 MHz. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതാണ്. സ്കൈ വേവ്സ് ആർ റേഡിയേറ്റഡ് ടുവേർഡ് ദ സ്കൈ where they are either reflect back to the earth by the ionosphere. Ground wave propagation എങ്ങനെ ഒക്കർ ചെയ്യുന്നതെന്ന് പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണ് അയണോസ്ഫിയറിക് പ്രൊപ്പഗേഷൻ ഒക്കർ ചെയ്യുന്നത്? when a radio wave passes through the ionosphere, the electric field of the wave exerts a force on the free electrons causing them to vibrate. അപ്പോൾ അയണോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രത്യേകത എന്താ? അവിടെ ഫ്രീ ആയിട്ടുള്ള അയോൺസ് ഉണ്ട് അല്ലേ. നമ്മൾ അയണോസ്ഫിയർ മീൻസ് ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു റേഡിയോ വേവ് അതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ റേഡിയോ വേവിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? ഇറ്റ് വിൽ എക്സേർട്സ് എ ഫോഴ്സ് ഓൺ ദ ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് കോസിങ് ദം ടു vibrate. The vibrating electrons decrease current which is equivalent to reducing the dielectric constant. And the ionosphere is the region of space located approximately 50 to 400 km above the earth's surface. നമുക്കറിയാം
നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. ആൻഡ് ദ അയോണോസ്ഫിയർ ലെയർ അബ്സോർബ്സ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ദ സൺസ് റേഡിയൻ്റ് എനർജി വിച്ച് അയണൈസസ് ദ എയർ മോളിക്യൂൾസ് ആൻഡ് ക്രിയേറ്റിംഗ് ഫ്രീ ഇലക്ട്രോൺസ്. എങ്ങനെയാണ് ഫ്രീ ഇലക്ട്രോൺസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. Reducing the dielectric constant increases the velocity of propagation and causes electromagnetic waves to bend away from the region of higher electron density toward regions of lower density. അപ്പോൾ അയനോസ്ഫിയറിൽ തട്ടി എങ്ങനെയാണ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വൈബ്രേറ്റിംഗ് ഇലക്ട്രോൺസ് കറണ്ട് ഡിക്രീസ് ചെയ്യുന്നു. കറണ്ട് ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് റെഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ കോസ് ടു ഇൻക്രീസ് ദ വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷൻ. അപ്പോൾ വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് bend away from the region of higher electron density toward the region of lower density. അങ്ങനെയാണ് അയനോസ്ഫിയറിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് എർത്തിലോട്ട് വരുന്നത്. As the wave moves further from earth, ionization increases. However, there are fewer air molecules to ionize. Therefore, the upper ionosphere has higher percentage of ionized molecules than lower atmosphere. ഓക്കെ, ഉയരം കൂടുന്തോറും ഹൈറ്റ് കൂടുന്തോറും എന്താണ് പിന്നെ സൺലൈറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മോർ നമ്പർ ഓഫ് അയോൺസ് ഉണ്ടാവും. ദെർഫോർ അപ്പർ അയനോസ്ഫിയർ ഹാസ് ഹയർ പെർസെൻറ്റേജ് ഓഫ് അയണൈസ്ഡ് മോളിക്യൂൾസ് ദാൻ ലോവർ അറ്റ്മോസ്ഫിയർ. The higher the ion density, more refraction will be occurring. Then application എന്ന് പറയുന്നത് എന്താ, it can provide communication over long distances, hence it is also known as point to point propagation or point to point communication. അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് പ്രൊപ്പഗേഷൻ പോസിബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് പോയിന്റ് ടു പോയിന്റ് പ്രൊപ്പഗേഷൻ ഓർ പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ. ആൻഡ് ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് പോസിബിൾ. ഡിസഡ്വാൻറ്റേജസ് വരുന്നത് സ്കൈ വേവ് പ്രൊപ്പഗേഷൻ സഫേഴ്സ് ഫ്രം ഫെയ്ഡിങ് ഡ്യൂ ടു റിഫ്ലക്ഷൻസ് ഫ്രം എർത്ത് സർഫസ്. ഫെയ്ഡിങ് ക്യാൻ ബി റെഡ്യൂസ്ഡ് വിത്ത് ഹെൽപ്പ് ഓഫ് ഡൈവേഴ്സിറ്റി റിസപ്ഷൻ. ഇത് നമ്മൾ പഠിക്കുന്നുണ്ട് എന്താണ് ഫെയ്ഡിങ് എന്നുള്ളതും ഫെയ്ഡിങ് ഓവർകം ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഡൈവേഴ്സിറ്റി ടെക്നിക്സും നമുക്ക് പഠിക്കാനുണ്ട്. Next type of propagation or next mode of propagation is space wave propagation or line of sight propagation. LOS എന്ന് പറയും, line of sight propagation. These waves occurs within the lower 20 km of atmosphere, that is troposphere. അതായത് സ്പേസ് വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയറിൽ മാത്രമാണ് ഒക്കർ ചെയ്യുന്നത്. ഇൻ ദിസ് മോഡ് ഓഫ് വേവ് പ്രൊപ്പഗേഷൻ electromagnetic waves after transmitted from the transmitting antenna reaches the receiving antenna either directly or after reflection from Earth's surface and tropospheric region, that is direct wave and ground reflected wave or indirect wave. അപ്പോൾ ഇവിടെ എങ്ങനെ പ്രൊപ്പഗേഷൻ പോസിബിൾ ആവുന്നത് ഈ ഫിഗറിനകത്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇതാണ് ട്രാൻസ്മിറ്റിംഗ് TX എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളതാണ് ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന. RX എന്ന് കാണിച്ചിട്ടുള്ളതാണ് റിസീവിങ് ആൻറ്റിന. അപ്പോൾ എർത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കേർവ്ഡ് നേച്ചറാണ് നമ്മളെപ്പോഴും അസ്യൂം ചെയ്യാറുള്ളത്. ഓക്കെ, ഇതാണ് എർത്തിൻ്റെ സർഫസ് വരുന്നത്. അപ്പോൾ HT എന്ന് പറഞ്ഞിട്ട് ഹൈറ്റ് ഓഫ് ദ ആൻറ്റിന ഇവിടെ കാണിച്ചിട്ടുണ്ട് TX. HR എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ റിസീവിങ് ആൻറ്റിനയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഐദർ ഡയറക്റ്റ് ആയിട്ട് റിസീവിങ് ആൻറ്റിനയിലോട്ട് പോവാം. അതാണ് ഇവിടെ ഡയറക്റ്റ് റേ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ ഇൻഡയറക്റ്റ് റേ. ഇൻഡയറക്റ്റ് റേ എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ എർത്തിൻ്റെ സർഫസിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്തിട്ട് എങ്ങോട്ടെത്തുന്നു, റിസീവറിലോട്ട് എത്തുന്നു. അതല്ലെങ്കിൽ ട്രോപ്പോസ്ഫിയറിൽ തട്ടിയിട്ട് എന്ത് ചെയ്യുന്നു, റിഫ്ലക്റ്റ് ചെയ്തിട്ട് റിസീവറിലോട്ട് എത്തുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ റിസീവറിൽ വരുന്ന റേ സിഗ്നൽസ് എന്ന് പറയുന്ന ഐദർ ഡയറക്റ്റ് റേ ആവാം, അല്ലെങ്കിൽ ഡയറക്റ്റ് വേവ് ആവാം, അതല്ലെങ്കിൽ ഇൻഡയറക്റ്റ് വേവ് ആവാം. അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് വേവ്സ് അത് യൂസ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് പ്രൊപ്പഗേഷനാണ് ഏത് വരുന്നത്, സ്പേസ് വേവ് പ്രൊപ്പഗേഷൻ ഓർ ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അതാണ് അടുത്ത പോയിന്റ് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷൻ. ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷൻ. ദിസ് പ്രൊപ്പഗേഷൻ ഈസ് ലിമിറ്റഡ്. അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു ദ ലൈൻ ഓഫ് സൈറ്റ് ഡിസ്റ്റൻസ്. ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് കാണുന്ന ആ ഡിസ്റ്റൻസ്. ഓക്കെ,
നമ്മൾ ഐ ടു ഐ കാണുന്ന ഡിസ്റ്റൻസ് എന്നൊക്കെ പറയില്ല, അതായത് നേരിട്ട് നമുക്ക് കാണാൻ പറ്റില്ല, ലൈൻ ഓഫ് സൈറ്റ്, നമ്മൾ കണ്ണുകൊണ്ട് നേരിട്ട് കാണാവുന്ന ആ മാക്സിമം ഡിസ്റ്റൻസ്, അതുകൊണ്ടാണ് അതിനെയാണ് നമുക്ക് എന്ത് പറയുന്നത്, ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് നോക്കിയാൽ കാണാവുന്ന ആ ഡിസ്റ്റൻസ്, അതിനെയാണ് ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റിനയുടെ കേസിൽ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് ആ ആൻറ്റിനക്ക് റിസീവിങ് ആൻറ്റിന, ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയാണെങ്കിൽ അതിന് റിസീവിങ് ആൻറ്റിനയായിട്ട് കാണാൻ പറ്റാവുന്ന ആ ഡയറക്റ്റ് ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത്. Therefore, this propagation is limited to line of sight distance and by the curvature of the earth. ഈ രണ്ടുമാണ് സ്പേസ് വേവ് പ്രൊപ്പഗേഷനെ ലിമിറ്റ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. And the line of sight distance is the distance between transmitting antenna and a receiving antenna at which they can see each other, which is also called range of communication. അതിൻ്റെ വേറൊരു പേരാണ് range of communication. Thus the range of communication can be increased by increasing the heights of transmitting and receiving antenna. നമുക്ക് range of communication എങ്ങനെ ഇൻക്രീസ് ചെയ്യാം, റിസീവിങ് ആൻറ്റിനയുടെയും ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയുടെയും ഹൈറ്റ് കൂട്ടിയിട്ട് എന്ത് ചെയ്യാം, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹൈറ്റ് കൂടുന്തോറും ഇടയിലുള്ള ഒബ്സ്റ്റക്കിൾസ് ഒക്കെ കുറയും, അപ്പോൾ കാണാവുന്ന ആ ഡിസ്റ്റൻസും കൂടും. പക്ഷേ അവിടെ നമുക്ക് ലിമിറ്റേഷൻ എന്താ, ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് ഓഫ് ദ ആൻറ്റിന എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. Thus the range of communication, thus the space wave propagation is utilized in television communication and radar communication etc. അതാണ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ ലൈൻ ഓഫ് സൈറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു ഫിഗറാണ്. രണ്ട് ആൻറ്റിനാസ്, ഒരു ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനെ, ഇത് TX, ഇത് RX റിസീവിങ് ആൻറ്റിന. ഈ രണ്ട് ആൻറ്റിനാസും തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഡയറക്റ്റ് കാണാൻ പറ്റുന്ന ഡിസ്റ്റൻസ്, ഇതിനെ നമ്മൾ എന്ത് പറയുന്നു, LOS എന്ന് പറയുന്നു. It's communication over long distances with VHF, UHF and microwave frequencies. And applications are space wave propagation is used in radar application. നമ്മൾ നേരത്തെ പറഞ്ഞു, it is used in FM and TV broadcasting. Next mode of propagation is troposcatter propagation. This is a mechanism by which propagation is possible by the scattered and diffracted rays. അപ്പോൾ ഇവിടെ propagation എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്, സ്കാറ്ററിങ്ങും ഡിഫ്രാക്ഷനും. ഓക്കെ, scattering takes place due to tropospheric region and a troposcatter propagation is also known as forward one scatter propagation. ഇതിന് വേറൊരു പേരാണ് forward one scatter propagation. It is practically important at frequencies ranges from 160 megahertz onwards. This mechanism helps to get unexpectedly large field strength at a receiver even when they are in shadow zone. Shadow zone means അവിടെ സിഗ്നൽ സ്ട്രെങ്ത്ത് കിട്ടാത്ത ഒരു റീജിയൻ, അത് നമ്മൾ പറയുന്നുണ്ട് അടുത്തതിൽ, സ്കിപ്പ് ഡിസ്റ്റൻസ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് സിഗ്നൽ സ്ട്രെങ്ത് ഒന്നും കിട്ടാത്ത ഒരു റീജിയൻ, അതാണ് നമ്മൾ ഷാഡോ സോൺ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള റീജിയൻ ആണെങ്കിൽ പോലും അൺഎക്സ്പെക്റ്റഡ്ലി നമുക്ക് കുറേ ലാർജ് ഫീൽഡ് സ്ട്രെങ്ത് കിട്ടാൻ എന്താ കാരണമാവുന്നുണ്ട്, ട്രോപ്പോസ്കാറ്റർ പ്രൊപ്പഗേഷൻ കാരണമാവുന്നുണ്ട്. And the electromagnetic waves are generated by high powered transmitters with a high gain directive antennas to reach the upper layer of the troposphere, and the scattering of waves takes place due to considerable variation of refractive index. Refractive ഇൻഡെക്സിൻ്റെ വേരിയേഷൻ കാരണമാണ് എന്ത് വരുന്നത്, സ്കാറ്ററിങ് ഒക്കെ ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രോപ്പോസ്ഫിയറിൽ തട്ടിയിട്ടാണ് എന്ത് വരുന്നത്, ഇവിടെ സ്കാറ്ററിങ് ഒക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിഫ്രാക്ഷനും സ്കാറ്ററിങ്ങും ഒക്കെ ചെയ്യുന്നത്. അതാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഒരു ട്രാൻസ്മിറ്റർ, റിസീവർ, ദെൻ സ്കാറ്റേർഡ് വേവ്സ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇതാണ് നമ്മൾ ഷാഡോ റീജിയൻ എന്ന് പറയാൻ കാരണം. ഇവിടെ റിസീവർ നോക്കൂ, എർത്തിൻ്റെ സർഫസിനേക്കാളും വളരെ താഴെയായിട്ട് ആ രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ ട്രാൻസ്മിറ്ററിന് റിസീവറും നോക്കുമ്പോൾ ലൈൻ ഓഫ് സൈറ്റിലല്ല ഇതൊന്നും കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു റീജിയനിൽ ഇരിക്കുന്ന റിസീവറിന് അല്ലെങ്കിൽ ആൻറ്റിനാസിന് സിഗ്നൽസ്, ഹൈ ഫീൽഡ് സ്ട്രെങ്ത്തിലുള്ള സിഗ്നൽസ് റിസീവ് ചെയ്യാൻ എന്ത് കാരണമാവുന്നുണ്ട്, ട്രോപ്പോസ്കാറ്റർ പ്രൊപ്പഗേഷൻ കാരണമാവുന്നുണ്ട്. ദിസ് പ്രൊപ്പഗേഷൻ, ഇതാ ഈ ഫിഗർ നോക്കട്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ റിസീവറിൻ്റെ പൊസിഷനും ഇവിടുത്തെ ട്രാൻസ്മിറ്ററിൻ്റെ പൊസിഷനും നോക്കുമ്പോൾ കഴിഞ്ഞ ഫിഗറുമായിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ,
This propagation covers long distances in the range of 160 to 1600 kilometer. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 160 to 1600 കിലോമീറ്റർ ആണ്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വേറൊരു ഫിഗറാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ട്രോപ്പോസ്കാറ്റർ പ്രൊപ്പഗേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വേറൊരു ഫിഗർ, അത്രയേ ഉള്ളൂ. ഇവിടെ പോക്കറ്റ്സ് ഓഫ് എയർ ഓഫ് ഡിഫറെൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതുകൊണ്ട് തന്നെ അവിടെ സ്കാറ്ററിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സ്കാറ്റേർഡ് സിഗ്നൽസ് ആണ് തിരിച്ച് റിസീവർ ആൻറ്റിന റിസീവ് ചെയ്യുന്നത്. ഇനി ഈ സ്കാറ്ററിങ് എന്ന് പറയുന്നത് അതിന് നമ്മൾ പറഞ്ഞു റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വേരിയേഷനാണ് സ്കാറ്ററിങ്ങിൻ്റെ റീസൺ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സ്കാറ്ററിങ് എന്ന് പറയുന്നത് പല ടൈപ്പുള്ള സ്കാറ്ററിങ് ഉണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് റെയിൻ സ്കാറ്റർ, എ ബാൻഡ് ഓഫ് വെരി ഹെവി റെയിൻ ഓർ റെയിൻ ആൻഡ് ഹെയിൽ ക്യാൻ സ്കാറ്റർ ഓർ ഈവൻ റിഫ്ലക്റ്റ് സിഗ്നൽസ്. അപ്പോൾ അങ്ങനെയുള്ള സ്കാറ്ററിങ് വഴി കവർ ചെയ്യാവുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 160 കിലോമീറ്റർ ടു 650 കിലോമീറ്റർ ആണ്. ദെൻ ഐസ് പെല്ലറ്റ് സ്കാറ്റർ is similar to rain scatter, but it is caused by bands of ice pellets in the winter time. അതുപോലെ ട്രാൻസ് ഇക്വറ്റോറിയൽ സ്കാറ്റർ. ട്രാൻസ് ഇക്വറ്റോറിയൽ സ്കാറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പോസിബിൾ ഫോർ DX റിസപ്ഷൻ ഓഫ് ടെലിവിഷൻ ആൻഡ് റേഡിയോ സ്റ്റേഷൻസ് ബിറ്റ്വീൻ 3000 to 5000 miles across the equator on frequencies as high as 432 MHz. DX എന്ന് പറയുന്നത് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ലോങ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ മീനിങ്ങിൽ യൂസ് ചെയ്തിരുന്ന ഓൾഡ് ടെലിഗ്രാഫിക് ടേമാണ് എന്ത് പറയുന്നത് DX എന്ന് പറയുന്നത്, ലോങ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ മീനിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 3000 മൈൽ ടു 5000, ഏകദേശം ഒരു 5000 to 8000 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവാൻ എന്ത് ട്രാൻസ് ഇക്വറ്റോറിയൽ സ്കാറ്റേഴ്സ് റീസൺ ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല. ഇതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കാറ്ററിങ്, അതായത് ട്രോപ്പോസ്കാറ്റർ പ്രൊപ്പഗേഷൻ എന്ന് മാത്രമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊരു 10 മാർക്സ് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം പോയിൻറ്റ്സ് എഴുതണം. 5 മാർക്സ് ആണെങ്കിൽ ആദ്യം പറഞ്ഞ പോയിൻറ്റ്സ് മാത്രം എഴുതിയാൽ മതി. 10 മാർക്സ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം പോയിൻറ്റ്സ് എഴുതണം. അപ്പോൾ അതിൽ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കാറ്ററിങ് അല്ലെങ്കിൽ റീസൺ ഫോർ സ്കാറ്ററിങ് ഒക്കെ എഴുതണം. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയിൻറ്റ്സ് ആണ് ഇതൊക്കെ. ദെൻ എയർക്രാഫ്റ്റ് സ്കാറ്റർ ഓർ ട്രോപ്പോസ്ഫിയറിക് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ ഓഫ് എയർക്രാഫ്റ്റ് കാരണം ഉണ്ടാകുന്ന റിഫ്ലക്ഷന്. ഓക്കെ, ഇപ്പോഴത്തെ ഫിഗറൊക്കെ അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനാണ്. ഞാനത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, ഈ ഫിഗർ കാണിക്കുന്ന ട്രാൻസ് ഇക്വറ്റോറിയൽ സ്കാറ്ററിങ് അത് കാണിക്കുന്നതാണ്. റിസീവർ ഇവിടെയാണ്, ട്രാൻസ്മിറ്റർ ഇവിടെയാണ്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നുണ്ട്. ഓക്കെ, അടുത്തത് ചാഫ് സ്കാറ്റർ, സ്ട്രിപ്സ് ഓഫ് മെറ്റൽ ഫോയിൽ സെൻഡ് ഔട്ട് ബൈ ദ മിലിറ്ററി ഡ്യൂറിങ് ട്രെയിനിങ് എക്സസൈസസ്. Okay, chaffs help to confuse enemy radar but also helps to produce DX. DX means long distance. Maximum distance for all reflection modes are again up to 800 kilometer. Then meteor scatter ആണ്. Meteors burn up entering the atmosphere. It creates quantity of ionized particles which reflect VHF radio waves. നമുക്കറിയാലോ അതിൻ്റെ സർഫസിലെത്തുമ്പോൾ എന്ത് ചെയ്യുന്നു, അത് ബേൺ അപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന അയണൈസ്ഡ് പാർട്ടിക്കിൾ എന്തിന് റീസൺ ആവുന്നു? സ്കാറ്ററിങ്ങിന് റീസൺ ആവുന്നു. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഫിഗറാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, വരയ്ക്കണമെന്നില്ല. ഇവിടെ ഒരു ട്രാൻസ്മിറ്റർ കാണിച്ചിട്ടുണ്ട്. ട്രാൻസ്മിറ്റർ എന്നുള്ള സിഗ്നൽ കാണിച്ചിട്ടുണ്ട്. നമുക്കറിയാലോ മീറ്റിയോറൈഡ്സ് എർത്ത് സർഫസിലെത്തുന്ന സമയത്ത് ബേൺ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇവിടെ മീറ്റിയോർ ട്രയൽ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം എന്ത് ചെയ്യുന്നു, റിഫ്രാക്ഷൻ അതല്ലെങ്കിൽ സ്കാറ്ററിങ് ഒക്കെ ചെയ്യുന്നു. ആ സ്കാറ്ററിങ് കാരണം സോൺ ഇൻ വിച്ച് ദ ട്രാൻസ്മിറ്റർ ക്യാൻ ബി ഹിയേർഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ ഒരു സോൺ കാണിച്ചിരിക്കുന്നു. ഓക്കെ, ദെൻ അടുത്ത് വരുന്നത് ലൈറ്റ്നിങ് സ്കാറ്റർ ആണ്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയില്ല. പക്ഷേ ലൈറ്റ്നിങ് സ്കാറ്ററിങ്ങിന് റീസൺ ആവുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്.
അതുകൊണ്ട് അതും കൂടി ആ ഒരു പോയിൻറ്റും കൂടി നമുക്ക് എഴുതാം, ലൈറ്റ്നിങ് സ്കാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് സ്കാറ്ററിങ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ട്രോപ്പോസ്കാറ്റർ പ്രൊപ്പഗേഷനും വരുന്നത്. അടുത്ത് വരുന്നത് ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് അയണോസ്ഫിയർ ആണ്. അയണോസ്ഫിയറിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സ്. അപ്പോൾ അതിലത്തെ ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത് എഫ് ലെയർ ആണ്. എഫ് ലെയർ അതിൻ്റെ ഒരു ഫിഗർ ഉണ്ട്, ആദ്യം ആ ഫിഗർ പറയാം. ഇതാണ് അയണോസ്ഫിയറിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സ് കാണിച്ചിട്ടുള്ള ഒരു ഫിഗറാണ്. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ ഡേ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡിൽ നൈറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡേ ടൈമിൽ DE F1 F2 ലെയേഴ്സ് ഉണ്ട്. നൈറ്റ് ടൈമിൽ ഇവിടെ F1 F2 കമ്പൈൻഡ് ആയിട്ട് എഫ് ലെയർ മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ ഓരോ ലെയറിൻ്റെയും എത്രയാണ് ഡിസ്റ്റൻസ് വരുന്നത് എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡി ലെയർ എന്ന് പറയുന്നത് 50 to 90 കിലോമീറ്റർ ആണ്. ഇ ലെയർ എന്ന് പറയുന്നത് 90 to 140 കിലോമീറ്റർ ആണ്. അതുപോലെ F1 ലെയർ എന്ന് പറയുന്നത് 140 to 250 കിലോമീറ്റർ ആണ്. അവിടുത്തെ FC മീൻസ് ക്രിട്ടിക്കൽ ഫ്രീക്വൻസി ആണ് നമ്മൾ പറയുന്നുണ്ട്. അടുത്തത് FC 5 MHz ആണ്. N എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെൻസിറ്റി ആണ്. 2 × 10⁵ to 4 × 10⁵ ഇലക്ട്രോൺസ് പെർ cc ആണ്. അതുപോലെ F2 ലെയറിൽ 250 to കിലോമീറ്റർ ആൻഡ് ബിയോണ്ട് ആണ് F2 ലെയർ എന്ന് പറയുന്നത്. അവിടുത്തെ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി 8 MHz അറ്റ് ഡേ ആൻഡ് 6 MHz അറ്റ് നൈറ്റ്. അതുപോലെ അവിടുത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് പറയുന്നത് 2 × 10⁶ ഇലക്ട്രോൺസ് പെർ cc ആണ്. അപ്പോൾ ഇതാണ് ഇതൊരു ഒരൊറ്റ സിംഗിൾ ഫിഗറിനകത്ത് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫെർദർ എക്സ്പ്ലനേഷനാണ് അടുത്തത് വരുന്നത്. ദ അയണോസ്ഫിയർ ഈസ് a part of the upper atmosphere from about 85 to 600 kilometer altitude, comprising portions of the mesosphere, thermosphere and exosphere. Distinguished because it is ionized by solar radiation. അയണോസ്ഫിയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഫ്രീ ആയിട്ടുള്ള അയോൺസ് അല്ലെങ്കിൽ അയണൈസ്ഡ് പാർട്ടിക്കിൾസ് ആണ് ഉള്ളത്. ഇറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ അറ്റ്മോസ്ഫിയറിക് ഇലക്ട്രിസിറ്റി ആൻഡ് ഫോംസ് ദ ഇന്നർ എഡ്ജ് ഓഫ് ദ magnetosphere. It has practical importance because among other functions it influences radio wave propagation to distant places on the earth. That means sky wave propagation ആണ്. In a region extending from the height of about 90 km to over thousands of kilometers, most of the molecules of the atmosphere are ionized by radiation from sun. This region is called ionosphere. അപ്പോൾ അയണോസ്ഫിയറിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് അയണോസ്ഫിയർ ഷോർട്ട് നോട്ട് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അയണോസ്ഫിയർ ഫോം ചെയ്യുന്നതെന്ന് പറയണം. ദെൻ അതിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സ് പറയണം. ഓക്കെ, അറ്റ് ഗ്രേറ്റർ ഹൈറ്റ്സ് ഇൻറ്റൻസിറ്റി ഓഫ് അയണൈസിങ് റേഡിയേഷൻ ഈസ് വെരി ഹൈ. ഫ്യൂ മോളിക്യൂൾസ് ആർ അവൈലബിൾ ഫോർ അയണൈസേഷൻ. അയണൈസേഷൻ ഡെൻസിറ്റി ഈസ് ലോ. ഇനി ഹൈറ്റ് കൂടുന്തോറും നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ സാധാരണ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടേണ്ടതാണ് അല്ലെങ്കിൽ അയോൺസ് കൂടേണ്ടതാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഹൈറ്റ് കൂടുന്തോറും അവിടെയുള്ള റേഡിയേഷൻ ഹൈ ആണെങ്കിൽ തന്നെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള മോളിക്യൂൾസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. therefore അയണൈസേഷൻ ഡെൻസിറ്റി ഈസ് ലോ. As height decreases, more molecules are available due to reduced atmospheric pressure. Ionization density is higher, that is closer to Earth. But as height decreases further, ionization density decreases, though more molecules are available since the energy in the ionizing radiation has been used up to create ions. ഇനി ഫെർദർ അതായത് ഏറ്റവും ടോപ്പ് പറഞ്ഞു, ദെൻ അതിൻ്റെ തൊട്ട് താഴെ പറഞ്ഞു, ദെൻ ഫെർദർ ഹൈറ്റ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് എഗെയിൻ എന്ത് ചെയ്യുന്നു, അയണൈസേഷൻ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? അവിടെ അവൈലബിൾ ആയിട്ടുള്ള എനർജി അയോൺസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതായത് താഴോട്ട് വരുംതോറും റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് അവിടെ എഗെയിൻ എന്ത് ചെയ്യുന്നു, അയണൈസേഷൻ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ മുകളിലും കുറവായിരിക്കും താഴെയും കുറവായിരിക്കും, മിഡിലിൽ അയണൈസേഷൻ ഡെൻസിറ്റി കൂടുതലായിരിക്കും. അതാണ് ഈ 3 പോയിൻറ്റ്സിൽ പറയുന്നത്. Hence ionization is different at different heights above the earth and is affected by time of day and solar activity. Okay, solar activity ഇനിയും ഡേ ടൈം അതിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ നേരത്തെ കാണിച്ച ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഡിഫറെൻറ്റ് ലെയേഴ്സ്, ഡേ ടൈമിൽ നമ്പർ ഓഫ് ലെയേഴ്സ് കൂടുതലാണ്, നൈറ്റ് ടൈമിൽ നമ്പർ ഓഫ് ലെയേഴ്സ് കുറവാണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതാണ്. ഇനി അതിൽ ഡിഫറെൻറ്റ് ലെയേഴ്സാണ് പറയുന്നത്. ആദ്യത്തെ എഫ് ലെയർ ആണ് പറയുന്നത്, ഏറ്റവും ടോപ്പിലുള്ള ലെയർ. എഫ് ലെയർ എന്ന് പറയുമ്പോൾ 120 to 400 കിലോമീറ്റർ എബോവ് ദ എർത്ത് സർഫസ് ഓഫ് ദ എർത്ത് ആണ്. ഇറ്റ് ഈസ് ദ ടോപ്പ് മോസ്റ്റ് ലെയർ ഓഫ് ദ അയണോസ്ഫിയർ.
Here extreme UV solar radiation ionizes atomic oxygen. The F region is the most important part of the ionosphere in the terms of high frequency communication. The F layer combines into one layer at night, and in the presence of sunlight, that is during daytime, it divides into two layers, that is F1 and F2. The F layers are responsible for most skywave propagation. അപ്പോൾ skywave propagationൽ main contribution ഏതാണ്? F layer ആണ്. And are thickest and most reflective of radio on the side of the earth facing the sun. അതായത് ഡേ ടൈമിൽ അത് കുറച്ചും കൂടി തിക്കായിരിക്കും. F1 F2 രണ്ട് ലെയേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദ സ്കൈ വേവ് പ്രൊപ്പഗേഷനും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏത് ലെയറാണ്? എഫ് ലെയറാണ്. അതിന് മുന്നേ പറഞ്ഞിരുന്ന പോയിൻറ്റ്സൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാവുന്ന പോയിൻറ്റ്സേ ഉള്ളൂ. ദെൻ ഈ ലെയർ അടുത്തത് വരുന്നത്, ഈ ലെയർ എന്ന് പറയുന്നത് ഈസ് ദ മിഡിൽ ലെയർ, 90 കിലോമീറ്റർ ടു 120 കിലോമീറ്റർ ആണ് അതിൻ്റെ റേഞ്ച് വരുന്നത് എബോവ് ദ സർഫസ് ഓഫ് ദ എർത്ത്. ദിസ് ലെയർ ക്യാൻ ഓൺലി റിഫ്ലക്ട് റേഡിയോ വേവ്സ് ഹാവിങ് ഫ്രീക്വൻസീസ് ലെസ് ദാൻ എബൌട്ട് 10 മെഗാഹെർട്സ്. അപ്പോൾ 10 മെഗാഹെർട്സിൽ കുറവുള്ള ഫ്രീക്വൻസീസിനെ മാത്രമേ എന്തേ ഉള്ളൂ ഈ ലെയറിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് ഹാസ് എ നെഗറ്റീവ് എഫക്റ്റ് ഓൺ ഫ്രീക്വൻസീസ് എബൌട്ട് 10 മെഗാഹെർട്സ് ഡ്യൂ ടു ഇറ്റ്സ് പാർഷ്യൽ അബ്സോർപ്ഷൻ ഓഫ് ദീസ് വേവ്സ്. അവിടെ 10 മെഗാഹെർട്സിൽ കൂടുതൽ വരുന്ന വേവ്സിനെ എന്ത് ചെയ്യുന്നു? ഒരു പാർഷ്യൽ അബ്സോർപ്ഷൻ വരുന്നുണ്ട്. അബ്സോർപ്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ സിഗ്നലിൻ്റെ സ്ട്രെങ്ത്ത് അല്ലേ അവിടെ അറ്റന്വേഷൻ ഒക്കെ ചെയ്യുന്നു. അറ്റ് നൈറ്റ് ദ ഈ ലെയർ ബിഗിൻസ് ടു ഡിസപ്പിയർ ബിക്കോസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് അയണൈസേഷൻ ഈസ് നോ ലോങ്ങർ പ്രസൻറ്റ്, ദാറ്റ് ഈസ് സൺ. The increase in the height of the E layer maximum increases the range to which radio waves can travel by reflection from the layer. അതായത് ഈ ലെയറിൻ്റെ ഹൈറ്റ് കൂടുന്തോറും എന്ത് ചെയ്യും? റിഫ്ലക്ഷൻ്റെ റേറ്റും കൂട്ടാം. ഓക്കെ, അപ്പോൾ അതാണ് ഈ ലെയറിൻ്റെ പ്രത്യേകത. 90 to 120 കിലോമീറ്റർ റേഞ്ചിലാണ് ഇത് കാണുന്നത്. അതുപോലെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഏത് ഫ്രീക്വൻസീസിനെ? 10 മെഗാഹെർട്സിൽ കുറവുള്ള ഫ്രീക്വൻസീസിനെയാണ് ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതിൽ കൂടുതലുള്ള ഫ്രീക്വൻസീസിന് പാർഷ്യൽ അബ്സോർപ്ഷൻ ഉണ്ട്. ഓക്കെ, ദെൻ ഏറ്റവും ബോട്ടം ലെയറാണ് ഏത്? ഡി ലെയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഇന്നർ മോസ്റ്റ് ലെയർ, 50 to 90 കിലോമീറ്റർ എബവ് ദ സർഫസ് ഓഫ് ദ എർത്ത്. വെൻ ദ സൺ ഈസ് ആക്റ്റീവ് വിത്ത് 50 or more sunspots during the night, cosmic rays produce a residual amount of ionization. As a result, high frequency radio waves are not reflected by the D layer. Okay, D ലെയറിൽ എന്ത് ചെയ്യുന്നില്ല? ഹൈ ഫ്രീക്വൻസി റേഡിയോ വേവ്സ് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ദ ഡി ലെയർ ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ അബ്സോർപ്ഷൻ ഓഫ് ഹൈ ഫ്രീക്വൻസി റേഡിയോ വേവ്സ്. എന്താണ്? ഡി ലെയർ ഹൈ ഫ്രീക്വൻസി റേഡിയോ വേവ്സിനെ എന്ത് ചെയ്യാണ്? അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത്. particularly at 10 megahertz and below, with a progressively smaller absorption as the frequency gets higher. Frequency കൂടുന്തോറും പ്രോഗ്രസീവ്ലി സ്മോൾ അബ്സോർപ്ഷൻ ആണ്. അപ്പോൾ ഈ ലെയറിന് നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. ഈ ലെയർ എന്ന് പറയുന്നത് 10 മെഗാഹെർട്സ് വരെയുള്ള ഫ്രീക്വൻസീസിനെ റിഫ്ലക്റ്റ് ചെയ്യും. 10 മെഗാഹെർട്സിൽ കൂടുതലുള്ള ഫ്രീക്വൻസീസിനെ എന്ത് ചെയ്യുന്നു? പാർഷ്യൽ അബ്സോർപ്ഷൻ. ഡി ലെയർ നേരെ തിരിച്ചാണ് വരുന്നത്. 10ൽ കുറവാണെങ്കിൽ അവിടെ പാർഷ്യൽ അബ്സോർപ്ഷൻ, 10ൽ കൂടുതലാണെങ്കിൽ പിന്നെ 10ൽ കൂടുതലാണെങ്കിൽ എന്ത് വരും? മീൻസ് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്നതോറും എന്ത് ചെയ്യും? അബ്സോർപ്ഷൻ കുറവായിരിക്കും. ദ അബ്സോർപ്ഷൻ ഈസ് സ്മോൾ അറ്റ് നൈറ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് അബൌട്ട് മിഡ് ഡേ. ദ ലെയർ റെഡ്യൂസസ് ഗ്രേറ്റ്ലി ആഫ്റ്റർ സൺസെറ്റ്. എ കോമൺ എക്സാമ്പിൾ ഓഫ് ഡി ലെയർ ഇൻ ആക്ഷൻ ഈസ് ദ ഡിസപ്പിയറൻസ് ഓഫ് ഡിസ്റ്റൻറ്റ് AM ബ്രോഡ്കാസ്റ്റ് ട്രാൻസ്ലേഷൻ ഇൻ ഡേ ടൈം. ഡേ ടൈം ആവുന്ന സമയത്ത് AM ബ്രോഡ്കാസ്റ്റ് ചില സമയത്ത് പെട്ടെന്ന് ഡിസപ്പിയർ. അത് നമ്മൾ ഫർദറായിട്ട് കുറച്ചും കൂടി കഴിഞ്ഞാൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ഡി ലെയർ അബ്സോർപ്ഷനാണ്. ഓക്കെ, ഇത്രയാണ് എഫ് ഈ ഡി ലെയേഴ്സ് വരുന്നത്. ഇനി വരുന്നത് ഈ ലെയറിൽ തന്നെ എന്ത് ഒരു ES എന്ന് പറഞ്ഞ ലെയർ വരുന്നുണ്ട്. അതുപോലെ തന്നെ എഫ് ലെയറിൽ F1 F2 ലെയേഴ്സ് വരുന്നുണ്ട്. അടുത്ത ES ലെയറാണ്. ES means sporadic E layer since appearance is irregular. If at all it
appears, it exists in both day and time. അഥവാ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് ഡേ ടൈമിലും നൈറ്റ് ടൈമിലും ഉണ്ടാവും. It is a thin layer, ionization density is high, appears close to E layer and provide good reception and not dependable layer for communication. ഇത് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാത്തൊരു ലെയറാണ്. ES layer, sporadic E layer. then അടുത്ത് വരുന്ന F1 layer ആണ്. F ലെയറിലെ തന്നെ വരുന്ന F1 layer. It appears at a height about 180 km in daytime. Its thickness is about 20 km. It combines with F2 layer during nights. HF waves are reflected to some extent. It passes some HF toward F2 layer and absorbs some. Critical frequency is 5 MHz. F1 ലെയറിൻ്റെ പ്രത്യേകത 180 കിലോമീറ്ററിലാണ് ഡേ ടൈമിൽ വരുന്നത്. അതുപോലെ തിക്നെസ് 20 കിലോമീറ്ററാണ്. നൈറ്റ് ആകുമ്പോൾ F2 ആയിട്ട് കമ്പൈൻ ചെയ്യുന്നു. പിന്നെ ഹൈ ഫ്രീക്വൻസി സിഗ്നൽസിനെ എന്ത് ചെയ്യുന്നുണ്ട്, അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ടു സം എക്സ്റ്റെൻറ്റ്. ആൻഡ് സം ഓഫ് ഹൈ ഫ്രീക്വൻസി സിഗ്നൽസിനെ അത് പാസ് ചെയ്യുന്നുണ്ട് ടുവേഴ്സ് F2 ലെയർ ആൻഡ് അബ്സോർബ്സ് സം. ഓക്കെ, അവിടുത്തെ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5 MHz ആണ്. F2 ലെയർ എന്ന് പറയുന്നത് ടോപ്പ് മോസ്റ്റ് ലെയർ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെയർ ഓഫ് HF communication. Average height is 325 km in daytime. Thickness is about 200 km ആണ്. It falls at a height of 300 km at nights as it combines with the F1 layer. Height of F2 layer varies depending upon time, average ambient temperature and sunspot cycle. Sunspot എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ആൻഡ് എക്സിസ്റ്റ് അറ്റ് നൈറ്റ് ഓൾസോ F2 ലെയർ. ഓക്കെ, അപ്പോൾ F1 ലെയർ F2 ലെയറുമായിട്ട് കമ്പൈൻ ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇറ്റ് എക്സിസ്റ്റ് അറ്റ് നൈറ്റ് ഓൾസോ എന്ന് പറയുന്നത്. ഹൈലി അയനൈസ്ഡ് ലെയറാണ്. ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് പറയുന്നത് 2 × 10⁶. 2 × 10⁶ ഇലക്ട്രോൺസ് പെർ cc ആണ്. ക്രിട്ടിക്കൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 8 MHz ആണ്. അപ്പോൾ ഡേ ടൈമിലും നൈറ്റ് ടൈമിലും ഉള്ള പിന്നെ ലെയേഴ്സിൻ്റെ ഹൈറ്റ് കാണിക്കുന്ന ഇലക്ട്രോൺ ഡെൻസിറ്റി വേഴ്സസ് ഹൈറ്റിൻ്റെ പ്ലോട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഡി റീജിയൻ, ഇപ്പോൾ ഇവിടുത്തെ ഈ ഫിഗർ നോക്കുമ്പോൾ ഇവിടെ ഡേ ടൈം ആകുമ്പോൾ DE F1 F2 ഉണ്ടാവും. അതിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി വേഴ്സസ് ഹൈറ്റ്. ഓക്കെ, നൈറ്റ് ആകുമ്പോൾ എന്തുണ്ടാവില്ല, ഡി റീജിയൻ ഉണ്ടാവില്ല. ദെൻ F1 F2 കൂടെ കമ്പൈൻ ചെയ്ത് ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ, F2 ലെയർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇവിടെ ഈ ലെയർ കാണിക്കുന്നത് ES ലെയർ ഉണ്ടെങ്കിൽ അത് ഡേ ടൈമിലും നൈറ്റ് ടൈമിലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് അയനോസ്ഫിയർ വരുന്നത്.